ഹായ് ടീം, നമ്മുടെ വിൽഫ്രഡിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ കാർ എക്സ്പേർട്ട് ഇവിടെ യൂസർ കാർ ഷോറൂമിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കും, നമ്മുടെ ശക്തലിനായിരുന്നു, നമ്മുടെ പട്ടാളം മാർക്കറ്റിന്റെ തൊട്ടടുത്തായിരുന്നു ഈ കാർ എക്സ്പേർട്ട് യൂസർ കാർ ഷോറൂം ഉള്ളത്. അവിടെ നമ്മൾ ചേഞ്ച് ആയി. നമ്മുടെ അൻഷേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ സ്ഥലം നമുക്ക് പറഞ്ഞുതരാം. തൃശ്ശൂരാണ്. അൻഷേട്ടൻ നമസ്കാരം. പുതിയ ഒരു അടിപൊളി സ്ഥലത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഡീറ്റെയിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തത്, എവിടെയാണ് സ്ഥലം കാര്യങ്ങളൊക്കെ? നമ്മുടെ തൃശ്ശൂരിന്ന് വടക്കാഞ്ചേരി റൂട്ടിലേക്ക് വരുമ്പോ വിയൂര് പള്ളി കഴിഞ്ഞിട്ട് ഒരു 50 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് തന്നെ കാർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ യൂസർ കാർ ഷോറൂം ആട്ടോ. അപ്പൊ ഒരുപാട് വണ്ടികൾ ക്രിസ്ത്യൻ പള്ളി കഴിഞ്ഞ് സ്വല്പം മുന്നോട്ട് വിയൂര് ടൗണിൽ നിന്ന് വരുമ്പോ വിയൂര് ക്രിസ്ത്യൻ പള്ളി കഴിഞ്ഞ് ഒരു 100 മീറ്റർ കൂടി ക്രിസ്ത്യൻ പള്ളിയുടെ സൈഡിൽ തന്നെ, ലെഫ്റ്റ് സൈഡിൽ തന്നെ കാർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് വരുമ്പോ അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പൊ ഒന്നും പറ്റിയില്ലെങ്കിൽ അൻഷേട്ടനെ വിളിച്ചാൽ മതി. പള്ളിയുടെ അവിടെ എത്തിയിട്ട് വിളിച്ചാലും മതി. അൻഷേട്ടൻ പറഞ്ഞു കൈ കാണിച്ച് വിളിക്കേണ്ട ദൂരമുള്ളൂ. അപ്പൊ ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്, നമുക്ക് പരിചയപ്പെടാം കേട്ടോ. സമയം കളയാനില്ല കേട്ടോ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അൻഷേട്ടാ, ആദ്യത്തെ വണ്ടി നമ്മുടെ ഇത് അല്ലേ, വാഗനർ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2010 മോഡലാണ്. 10 മോഡൽ അല്ലേ, സിംഗിൾ ഓണർ ആണ്. ഓക്കെ. കിലോമീറ്റർ 80,000 താഴെ ഓടിയിട്ടുള്ളൂ. 76 സംതിങ് ആണ് ഓടിയിരിക്കുന്നത്. 80,000 താഴെ ഓടിയിട്ടുള്ളൂ. 70 സംതിങ് ഓടിയിട്ടുള്ളൂ അല്ലെ. ഓക്കെ. വേറെ മേജർ ആയിട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറൊക്കെ നല്ല ടയറുകളാണ്. വാഗനറിൽ ഏറ്റവും ഡിമാൻഡുള്ള കളറാണ് പാഷൻ റെഡ്. പാഷൻ റെഡ് അല്ലേ. ഏതാ മോഡൽ പറഞ്ഞേ? 2010 മോഡൽ. 10 മോഡൽ. അതെ, നമ്മുടെ വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ടെസ്റ്റ് വരുന്ന അടുത്ത വർഷമാണ് വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് ചെയ്തു കൊടുക്കാം. ആ ഭാഗം ഒന്നും കസ്റ്റമേഴ്സിന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളായിട്ട് ഒരു പ്രശ്നമില്ല അല്ലേ. ഒന്നുമില്ല. AC ഒക്കെ വർക്കിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. സീറ്റ് ഒക്കെ നല്ല, ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. എന്താണ് ചേട്ടാ പറയണേ? 1,65,000 പറയുന്നത്. 1,65,000 രൂപ. നമുക്ക് പാർട്ടിക്ക് 5 വർഷത്തേക്ക് ടാക്സ് അടച്ച് ടെസ്റ്റ് നടത്തി അദ്ദേഹത്തിന്റെ പേരിലാക്കി നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ പറ്റും. 5 കൊല്ലത്തേക്ക് പേപ്പർ ആക്കിയിട്ട്. അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് ഒന്നും പേടിക്കണ്ട. ഓക്കെ. ചെറിയ റേറ്റ് അല്ലേ ഉള്ളൂ. അതെ അതെ. ഇതെങ്ങനെയാ വരുന്നത്? ഇത് 2015 മോഡല്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. 15 മോഡൽ. നീറ്റ് ആയിട്ട് ഇരിക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഫ്രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. വളരെ ചെറിയൊരു കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്റീരിയർ ഒക്കെ നല്ല വളരെ നീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നീറ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ പറയണേ? 2,25,000 പറയുന്നത്. 2,25,000. അത് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ റേറ്റ് അല്ലേ? സംസാരിക്കാന്നുള്ളൂ. ഇത് നമുക്ക് ലോൺ കിട്ടും. ഇതിന് ലോൺ കിട്ടും. ഓ, ലോൺ സൗകര്യങ്ങളും ഉണ്ട്. 1,75,000 വരെ നമുക്ക് ലോൺ 1,75,000 വരെ ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. എത്ര പറഞ്ഞതിന്? 2,25,000. ഓക്കെ. എക്സ്ചേഞ്ചും നമുക്ക് നോക്കിക്കോളാം. ഒരു സ്പാർക്ക് അടുത്തൊരു കിഡിലൻ വണ്ടിയാണ്. 2009 മോഡല്. 9 വണ്ടി. പുതിയ പേപ്പർ ആയിട്ടുള്ള വെറും 70,000 കിലോമീറ്റർ. ഒന്നും ചെയ്തിട്ടില്ല. അതായത് കസ്റ്റമർ അത്രയും നീറ്റായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. 5 വർഷത്തേക്ക് പേപ്പർ ആയിട്ട്. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ. ഓക്കെ. 5 വർഷത്തേക്ക് പേപ്പറുള്ള വണ്ടി. 2029 വരെയൊക്കെ പേപ്പർ ഉണ്ട്. 29 വരെയുള്ള വണ്ടി. നല്ല അലോയ് കിട്ടിട്ടുണ്ടല്ലോ. ഓടിക്കാൻ നല്ല സ്മൂത്ത് ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഓടിക്കുമ്പോ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലെ വേരിയന്റ് ഇതിന്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ്. അതെ അതെ. ഒന്നുമില്ല. ഒരു സാധാരണ ഒരു എത്ര ഓടിക്കണം ഫാമിലിക്ക് ബെസ്റ്റ് വണ്ടിയാണിത്. എത്ര ഓടിക്കണം? 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ അല്ലേ. AC വന്നു. പവർ സ്റ്റിയറിംഗ് വന്നു. സെൻട്രൽ ലോക്ക് വന്നു. സ്റ്റീരിയോ വന്നു. സ്റ്റീരിയോ ഉണ്ട്. അലോയ് വീൽ ഉണ്ട്. 4 ടയറും പുതിയതാണ് അല്ലേ? ഓക്കെ. എന്താ പറയണ ചേട്ടാ? ഇത് നമുക്ക് 90,000 രൂപയാണ് പറയണത്. 90 രൂപയാണ് പറയണത് അല്ലേ? ഓക്കെ. അതിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് സംസാരിക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. 5 കൊല്ലത്തേക്ക് പേപ്പർ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ വെച്ചതാ? അത് വെച്ചത്. ഇൻഡിക്കേറ്റർ അല്ല, അത് വെറുതെ ഷോയ്ക്ക് വെച്ചാണ്. ഓക്കെ. നല്ല നീറ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. അലോയ് ചെയ്തിട്ട്. ഇനി ഇതോ? ഇത് 2010 മോഡൽ. പക്ഷെ ഇത് അഡ്വാൻസ് ആയി. ടോക്കൺ ആയി. ഓക്കെ. ഇതോ? ഇത് 2006 മോഡല്. സെന്ന് LXi. AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഉണ്ട്. പവർ വിൻഡോ വരുന്നില്ല. പവർ സ്റ്റിയറിംഗ് വരുന്നതാണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ടെന്നല്ലേ?
ഓടിക്കുന്ന കിലോമീറ്റർ 84,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 84,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ആയിട്ടുണ്ട്. സെക്കൻഡ്, രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. ഓക്കെ, നീറ്റ് വണ്ടിയാണ്. ഉൾഭാഗമൊക്കെ ആണെങ്കിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ. സെന്റിന്റെ യാത്ര സുഖമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യാത്ര ഓടിക്കുന്ന ആൾക്കും ഭയങ്കര കംഫർട്ട് ആയിരിക്കും ഇത്. എത്ര പറയണ ഇത് 2006 ആണെങ്കിലും ഇതിന്റെ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2028 വരെയൊക്കെ ഉണ്ട്. പേപ്പറിന് 28 വരെയൊക്കെ ഉണ്ട്. അപ്പൊ എടുക്കുന്ന ആൾക്ക് 4 വർഷം കൂടി നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി. 28 വരെ ഉണ്ട് അല്ലേ പേപ്പർ? ഓക്കെ, എത്ര പറഞ്ഞതിന് റേറ്റ്? നമ്മൾ 90 രൂപയാണ് അതിന് പറയണ പ്രൈസ്. 90 ലക്ഷം നെഗോഷ്യബിൾ ആണ്. അതൊക്കെ നെഗോഷ്യബിൾ റേറ്റ് ആണ്. 100,000 രൂപ പറയണ, പക്ഷെ നെഗോഷ്യബിൾ. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ, ഇതോ ഒരു സാധാരണ ഒരു പെട്രോൾ എടുക്കുന്നുണ്ട് അല്ലേ? ഇത് 2012 മോഡല് VXI പെട്രോൾ ആണ്. 74,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കെ സീരീസ് എഞ്ചിൻ ആയിട്ടുള്ള വണ്ടി. നമുക്കൊരു 15-16 ഒക്കെ മൈലേജ് ഉപയോഗിക്കാം. ഓക്കെ, അലോയ് വീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. 12 മോഡൽ അല്ലേ? ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3 ഓണർ ആയിട്ടുണ്ട് അല്ലേ? അലോയ്ക്ക് ഉണ്ട് കേട്ടോ. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വേറെ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ORVM ഓട്ടോമാറ്റിക് ക്ലോസും ഇന്റീരിയറിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലെവലും വരുന്നുണ്ട്. ഇതിന് പാർട്ടി നമ്മളോട് പറയാൻ പറഞ്ഞിരുന്നത് 3.5 ലക്ഷം രൂപയാണ്. പാർട്ടിയുടെ വണ്ടിയാണ് അല്ലേ? 3.5 ലക്ഷം രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ്. പക്ഷെ അത് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ് അല്ലേ? ഇതോ ഇത് 2019 20 രജിസ്ട്രേഷൻ ആയിട്ടുള്ള എക്സ്പ്രസോ ഓട്ടോമാറ്റിക് ആണ്. VXI ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. ജസ്റ്റ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഒരു ബോഡിയിലൊരു പ്രശ്നം പോലും ഇല്ല, സ്ക്രാച്ച് പോലും ഇല്ല. സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇത് 3 സിലിണ്ടറാ? 3 സിലിണ്ടർ. പുതിയത് വരുമ്പോ നമുക്കൊരു 6.5 വരെ വരും. നമുക്ക് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? റിവേഴ്സ് ക്യാമറ. നല്ല നീറ്റ് വണ്ടിയാണ്. ഒന്നും ചെയ്യാനില്ല. വണ്ടി എടുത്ത് പെട്രോൾ അടിക്കുക ഉപയോഗിക്കുന്നല്ലാണ്ട്. എത്ര വണ്ടിയാണ്. എത്ര പറയണേ? ഇതിന് 4,40,000 രൂപയാണ്. എത്ര പറയണേ? 4,40,000 പറയണേ. ഇത് നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ കിട്ടില്ല? പിന്നെന്താ, ലോണും കാര്യങ്ങളും കിട്ടും. പുതിയതിന് 6,500 മുകളിൽ വരുന്ന വണ്ടിയാണ്. 6,500 മുകളിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അവൈലബിൾ എക്സ്ചേഞ്ച് ഒക്കെ എക്സ്ചേഞ്ച് നമുക്ക് ചെയ്യാലോ? ചെയ്യാം അല്ലേ? ഓക്കെ, ഇതോ ഇത് 2014 മോഡല്. 14 വണ്ടി. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000. ഇതില് നമ്മൾ അലോയ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. പേൾ വൈറ്റ് കളറ്. നല്ല വണ്ടി. ബെസ്റ്റ് വണ്ടി അല്ലേ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ആണ്. ഓടിച്ചു നോക്കിയതാണ്. മെക്കാനിക്കലി പ്രോബ്ലംസ് മെക്കാനിക്കലി വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. 14 മോഡൽ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് അല്ലേ? വണ്ടി എടുക്കുന്ന ആൾക്ക് പെട്രോൾ അടിക്കുക ഉപയോഗിക്കുന്ന ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. ഇതിലും അലോയ് കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അലോയ് വരുന്നില്ല, പക്ഷെ അലോയ് ചെയ്യുന്നുണ്ട് അല്ലേ? അലോയ് ചെയ്യുന്നുണ്ട്. ടയറുകളൊന്നും വലിയ കുഴപ്പമില്ല. നല്ല ടയറുകളുണ്ട്. ഇത് കമ്പനി സർവീസ് വണ്ടിയല്ലേ? എല്ലാം കമ്പനി സർവീസ്. കമ്പനി സർവീസ് വണ്ടിയാണ് കേട്ടോ. എത്രയാണ് ചേട്ടാ ആസ്കിനെ? ഇത് 4.5 പറയണു. നമുക്ക് നെഗോഷ്യബിൾ റേറ്റ് ആണ് അല്ലേ? ഡയറക്റ്റ് നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യം, എക്സ്ചേഞ്ച് ഉണ്ട്, ലോണും കാര്യങ്ങളെല്ലാം. ഓക്കെ, അതോ അടുത്ത 2015 മോഡല്. 15 മോഡല് ആൾട്ടോ 800 അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ് അല്ലേ? എത്ര കിലോമീറ്റർ ഓടിക്കണം? ഇത് 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. മേജർ ആയിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അത് പാർട്ടി കൊണ്ടുവന്നിട്ടുള്ളൂ, കഴുകിയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു അതുകൊണ്ടാണ് ഇന്നലെ കൊണ്ടുവന്നു. നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. വാട്ടർ സർവീസിന്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. നോക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, ഇതിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്,
2 ഡോർ പവർ വിൻഡോ. ഫ്രണ്ട് ഒരു പവർ വിൻഡോ കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, എത്ര പറഞ്ഞ ചേട്ടാ? 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയാണ് അല്ലെ? 2 ലക്ഷം രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ്. അത് നെഗോഷ്യബിൾ ആണ്. ലോൺ കിട്ടും. ലോൺ ചെയ്യാം. ലോണും ചെയ്യാൻ പറ്റും കേട്ടോ. അതുണ്ടോ വേറെ? അത് ടോക്കൺ ആയി കച്ചവടം. അതും ടോക്കൺ ആയിട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പുതിയതിലേക്ക് മാറിയപ്പോ 4 വണ്ടി നമുക്ക് അഡ്വാൻസ് ആയിട്ടുണ്ട്. 4 വണ്ടി അഡ്വാൻസ് ആയിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് 4 വണ്ടി പെട്ടെന്ന് തന്നെ പോയി. ഓക്കെ കേട്ടോ. അപ്പൊ വണ്ടികൾ വരാനുണ്ട്. വണ്ടികൾ വരാനുണ്ട്. പോളിഷിങ്ങും കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിച്ച വണ്ടികൾ ഇല്ലെങ്കിൽ രാജേട്ടനോട് ചോദിച്ചാൽ മതി. സെറ്റ് ആക്കി തരാൻ പറ്റില്ലേ? പിന്നെന്താ. നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. 9544449560 ഓക്കെ ചേട്ടാ, താങ്ക് യു.